ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട സെക്ടറുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി IT എന്ന സെക്ടറിനെ ഫോക്കസ് ചെയ്യാം. കാരണം ഇൻഫോസിസ് ADR 5% ഉയർന്നതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നും IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം TCSഉം ഇൻഫോസിസും 5%-ലേറെ ഉയരുകയും ചെയ്തു. ആദ്യത്തെ ഒരു മണിക്കൂറിൽ IT ഇൻഡെക്സ് പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തുകയാണെങ്കിൽ IT ഇൻഡെക്സിനെ ഫോക്കസ് ചെയ്യാം. അതല്ല, IT ഇൻഡെക്സിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ IT ഇൻഡെക്സിൽ നിന്നും മാറി FMCG, ഫാർമ തുടങ്ങിയ സെക്ടറുകളിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. FMCG സെക്ടറിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്, ടൈറ്റൻ തുടങ്ങിയ കമ്പനികൾ നടത്തുന്ന മികച്ച പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി FMCG ഇൻഡെക്സ് 50,000 എന്ന മൈൽ സ്റ്റോൺ കഴിഞ്ഞ ദിവസം മറികടക്കുകയും ചെയ്തു. ബാങ്കിംഗ് സെക്ടറിൽ ICICI ബാങ്ക് അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയാണെങ്കിലും ബാങ്കിംഗ് സെക്ടറിലെ പല സ്റ്റോക്കുകളും കഴിഞ്ഞ ദിവസം അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ക്രൂഡിൻ്റെ വില കുറയുന്നതും കൂടാതെ റഷ്യ ഇന്ത്യയിൽ നിന്നും ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നതും മൂലം റിഫൈനറി കമ്പനികളുടെ മാർജിൻ ഉയരാൻ സാധ്യതയുണ്ട്. HPCL പോലുള്ള സ്റ്റോക്കുകളിൽ ഇന്നും പോസിറ്റീവ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് SBC എക്സ്പോർട്ട്. SBC എക്സ്പോർട്ടിന് MBM MCC BHU വാരണാസിയിൽ നിന്നും 32 കോടി രൂപയുടെ മാൻ പവർ സപ്ലൈ കോൺട്രാക്റ്റ് ലഭിച്ചതുകൊണ്ട് SBC എക്സ്പോർട്ട് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. മാരിക്കോയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ബിസിനസ് അപ്ഡേറ്റിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്പനിയുടെ സെയിൽസ് വോളിയം ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പാരഷൂട്ട് കോക്കനട്ട് ഓയിൽ ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് അച്ചീവ് ചെയ്യുകയും സ്ട്രോങ്ങസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ FMCG സെക്ടറിലെ മാരിക്കോ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഹിന്ദുസ്ഥാൻ സിങ്കും ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. Q1 2027 ഫിനാൻഷ്യൽ ഇയറിലെ Q1 മെറ്റൽ പ്രൊഡക്ഷൻ 268 കിലോ ടണ്ണായി ഉയരുകയും ചെയ്തു. JSW ഇൻഫ്രാസ്ട്രക്ചറിന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് Baa3 എന്ന സ്റ്റേബിൾ ഔട്ട്ലുക്ക് റേറ്റിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ JSW ഇൻഫ്ര മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. കോൾ ഇന്ത്യയുടെ ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം പവർ സെക്ടറിലേക്കുള്ള കോൾ ഡിമാൻഡ് 5.9% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 51.44 മെട്രിക് ടണ്ണായി ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. റെയിൽടെൽ കോർപ്പറേഷന് ഹരിയാന സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നും 16 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽടെൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിന് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഖർഗോഡ പ്ലാന്റിൽ 0.5 മില്യൺ ടൺ വെഹിക്കിൾ ആനുവലി പ്രൊഡക്ഷൻ നടത്താൻ ശേഷിയുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് മാരുതി സുസുക്കി ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാരുതി സുസുക്കി എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ Q1 2027 ഫിനാൻഷ്യൽ ഇയറിലെ Q1 ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം സ്റ്റാൻഡ് അലോൺ റവന്യൂ 15.13% വർദ്ധിച്ച് 18,343 കോടിയായി മാറിയിട്ടുണ്ട്. ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 503 സ്റ്റോറായി ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റ് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കൂടാതെ BLS സർവീസ് അത്യാദി ടെക്നോളജീസിൻ്റെ 100%-ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്തതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനി TUTR ഹൈപ്പർലൂപ്പ് എന്ന കമ്പനിയുമായി ചേർന്ന് ഇൻഡജീനിയസ് ഹൈപ്പർലൂപ്പ് ഇനേബിൾഡ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലും ചില സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതിനു മുൻപേ ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് കവച് വർക്ക് കോൺട്രാക്റ്റ് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും 26 കോടി രൂപയുടെ കവച് വർക്ക് കോൺട്രാക്റ്റ് ലഭിച്ചതുകൊണ്ട് ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ മൈൻഡ് മെറ്റൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറിൽ 1% വർദ്ധിച്ച് 268 കിലോ ടണ്ണായി മാറിയിട്ടുണ്ട്. സേലബിൾ മെറ്റൽ പ്രൊഡക്ഷൻ 4% വർദ്ധിച്ച് 260 കിലോ ടണ്ണായി ഉയർന്നിട്ടുണ്ട്. റിഫൈൻഡ് ലെഡ് പ്രൊഡക്ഷൻ 2% ഇടിഞ്ഞ് 47 കിലോ ടണ്ണായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും യൂക്കോ ബാങ്കിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. CSB ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഡെപ്പോസിറ്റ് 26% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 45,415 കോടിയായി മാറുകയും കാസ 4% ഉയരുകയും ടേം ഡെപ്പോസിറ്റ് 33% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ഗോൾഡ് ലോൺ 47% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 21,906 കോടിയായി മാറുകയും ചെയ്തു. അതുകൊണ്ട് CSB ബാങ്ക് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ
മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റിൽ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 21% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 15,560 കോടിയായി മാറിയിട്ടുണ്ട്. കളക്ഷൻ എഫിഷ്യൻസി 95%-നടുത്ത് സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിനെയും Q1 ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാം. ഓട്ടോമൊബൈൽ സെക്ടറിൽ ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കാരണം JLRൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. JLRൻ്റെ ഹോൾസെയിൽ സെയിൽസ് 9.2% ഇടിഞ്ഞ് 79,300 യൂണിറ്റായി മാറിയിട്ടുണ്ട്. റീറ്റെയിൽ സെയിൽസിൽ 15%-ഓളം ഇടിവ് വന്നിട്ടുണ്ട്. പ്രധാനമായും സപ്ലൈ ഡിസ്ട്രപ്ഷൻ മൂലമാണ് ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസിൽ ഇടിവ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബജാജ് ഗ്രൂപ്പിലെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിപ്പോർട്ടും ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബജാജ് ഗ്രൂപ്പിലെ ഈ 2 സ്റ്റോക്കുകളെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ഗ്രോസ് ഡിസ്ബേഴ്സ്മെൻറ്റ് 17,506 കോടിയിൽ നിന്നും 19,500 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1,20,420 കോടിയിൽ നിന്നും 1,49,610 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. അതുകൊണ്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ഗ്രോസ് ഡിസ്ബേഴ്സ്മെൻറ്റ് 19,500 കോടിയായി ഉയർന്ന് 33% വർധനവാണ് ടോട്ടൽ ഗ്രോസ് ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ വന്നിരിക്കുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 24% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1,49,610 കോടിയായി ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്